റമദാൻ എന്തിനാണ്? നമുക്കറിയാം, ഒരു മനുഷ്യനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കാനാണ് റമദാൻ. ഒരിക്കൽ ഒരാൾ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഒരു മനുഷ്യൻ എപ്പോഴാണ് മനുഷ്യനാകുന്നത്? അപ്പോൾ ഗുരു 4 പാത്രങ്ങൾ എടുത്ത് അതിൽ വെള്ളം നിറച്ചു. എന്നിട്ട് മനുഷ്യരൂപത്തിലുള്ള 4 പ്രതിമകൾ തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് പുറത്തെടുത്തു. ഗുരു എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ ആളുകൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. പുറത്തെടുത്ത മനുഷ്യപ്രതിമകളിൽ ഒന്ന് കല്ലുകൊണ്ടുള്ളതായിരുന്നു, രണ്ടാമത്തേത് മണ്ണുകൊണ്ടും, മൂന്നാമത്തേത് പഞ്ഞി കൊണ്ടുള്ളതും, നാലാമത്തേത് കൽക്കണ്ടം കൊണ്ടുള്ളതുമായിരുന്നു. ഓരോ മനുഷ്യപ്രതിമയും ഓരോ പാത്രത്തിലേക്കിട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഗുരു മുഴുവൻ ആളുകളെയും ശ്രദ്ധ ക്ഷണിച്ചു. ഒന്നാമത്തെ പാത്രത്തിലേക്കിട്ട കല്ല് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഗുരു പറഞ്ഞു, ഒരു വിഭാഗം മനുഷ്യർ ഇങ്ങനെയാണ്. തൻ്റെ ചുറ്റും എന്തു നടന്നാലും, എത്രമാത്രം വേദന അനുഭവിക്കുന്നവർ ഉണ്ടെന്നറിഞ്ഞാലും ഒരു അലിവുമില്ലാത്തവർ. അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് മാത്രം, ഈ കല്ല് പോലെ. പിന്നെ ഗുരു രണ്ടാമത്തെ പാത്രം എടുത്തു. അപ്പോൾ ആ മൺപ്രതിമ ആ വെള്ളത്തിൽ കലങ്ങിപ്പോയിരുന്നു. ഗുരു പറഞ്ഞു, മറ്റൊരു വിഭാഗം മനുഷ്യർ ഇങ്ങനെയാണ്. അവരാകെ അഴുക്കാണ്. അവരുടെ കൂടെയുള്ള എല്ലാവരെയും അഴുക്കാക്കുകയും ചെയ്യും. അവർ ജീവിക്കുന്ന സമൂഹത്തെ കൂടി നശിപ്പിച്ചേ അവർ അവസാനിക്കൂ. ഇനി മൂന്നാമത്തെ പഞ്ഞിപ്രതിമയോ, അത് ആ പാത്രത്തിലെ വെള്ളത്തെ മുഴുവൻ വലിച്ചു കുടിച്ചിരുന്നു. ഗുരു പറഞ്ഞു, മറ്റൊരു കൂട്ടർ ഇങ്ങനെയാണ്. ഒന്നും ആർക്കും കൊടുക്കില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് മുഴുവൻ ഊറ്റിയെടുക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് അവസാനത്തെ പാത്രത്തിലേക്ക് നീങ്ങി. ആ കൽക്കണ്ടം മുഴുവൻ പാത്രത്തിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അപൂർവം ചില മനുഷ്യർ ഇങ്ങനെയാണ്. മറ്റുള്ളവർക്കായി സ്വയം അലിഞ്ഞില്ലാതാകും. അവരുടെ ജീവിതം പോലും സമർപ്പിക്കും. അപ്പോഴും അവർ ഒപ്പമുള്ളവരെ മധുരമുള്ളതാക്കുന്നു. ഇവരാണ് യഥാർത്ഥ മനുഷ്യർ. യഥാർത്ഥ മനുഷ്യർ ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന സ്വാർത്ഥന്മാരായി ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു റോസാപ്പൂ വിരിയുന്നത് പോലെ നൽകുന്നവന്റെ ജീവിതത്തിലും സുഗന്ധം, അത് കാണുന്നവരിലും സുഗന്ധം. നിങ്ങൾ കൽക്കണ്ടം മാത്രമായാൽ മതി, ഉറുമ്പുകൾ നിങ്ങളെ തേടി വന്നോളും. അതുപോലെ തെക്കുവയുള്ള യഥാർത്ഥ മനുഷ്യരായാൽ മതി, അവൻ ജീവിക്കുന്ന ചുറ്റുപാടിലെ മനുഷ്യർ മുഴുവൻ അവൻ്റെ ഒപ്പമുണ്ടാകും. ഇത്തരത്തിലുള്ള സ്വഭാവവും തെക്കുവയും ഉണ്ടാകാനാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്.